ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടും ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു, പല ക്ഷേത്രങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ഒരു കാര്യം സാധിക്കുന്നില്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്, അല്ലെങ്കിൽ ഒരു കടുത്ത പ്രയോഗം, അല്ലെങ്കിൽ ഒരു വജ്രായുധം, എങ്ങനെ വേണമെങ്കിലും പറയാം, ഒരു പ്രയോഗമുണ്ട്. അത് നല്ല കാര്യമാണ് കേട്ടോ, ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് യക്ഷിയമ്മയ്ക്കാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല വഴിപാടുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പല കാര്യങ്ങളും പലയിടത്തും പലതും ചെയ്തിട്ടും നടക്കുന്നില്ലെങ്കിൽ യക്ഷിയമ്മ, രക്ഷസ്, അപ്പൂപ്പൻ സങ്കല്പം, മലദൈവ സങ്കല്പം, ഇങ്ങനെയുള്ള ചില ദേവതകൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചില പ്രത്യേക രീതിയിൽ ചെയ്താൽ നടക്കാത്ത കാര്യങ്ങൾ, എന്ത് ചെയ്തിട്ടും നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതൊരു ലാസ്റ്റ് പ്രയോഗമാണ്. അങ്ങനെ അത് നേടിയെടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് അത് ഗുണമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള യക്ഷിയമ്മയുടെ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ് പറയുന്നത്. നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ. ഇപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം, അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലമുണ്ടാകത്തില്ല. നിങ്ങൾ 100% ആ ഏത് ക്ഷേത്രത്തിലെ യക്ഷിയമ്മയാണോ ആ ക്ഷേത്രത്തിലെ യക്ഷിയമ്മയെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതല്ല. അത് മനസ്സടക്കം ഉണ്ടായിരിക്കണം, മനസ്സിരുത്തി ചെയ്യണം. അങ്ങനെ ചെയ്തവർ ഒരുപാട് കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ, എല്ലായിടത്തും എഴുതി തള്ളിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. യക്ഷിയമ്മയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് പറയുന്നത്. മറ്റേതൊക്കെ സാധിക്കുമെങ്കിൽ, ഈശ്വരൻ അനുവദിക്കുമെങ്കിൽ വഴിയെ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് യക്ഷിയമ്മയുടെ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് പ്രയോജനം ഉണ്ടാകും. ശരിയായിട്ട് ചെയ്യാൻ ഇപ്പം നമുക്ക് ഭക്ഷണം, ഒരാൾക്ക് അവനവൻ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്കിപ്പം ചവച്ച് വായി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വഴിയെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത് ശരിയായിട്ട് ചെയ്യുക എന്നുള്ളത് അവനവനാണ്, ആ വിശ്വാസം. അങ്ങനെ ചെയ്താൽ അത് ബലമുണ്ടാകും. ഞാൻ വഴിയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ ചെയ്തവർക്കും ബലമുണ്ടായിട്ടുണ്ട്. അതായത് ഇന്ന് ഞാൻ ഓർക്കുന്നു, ഇവിടെ വന്നിരുന്ന ഒരു കുട്ടി, ആ കുട്ടി പഠിക്കുന്ന സമയത്ത് വളരെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഒരു അനുഭവം പറയുന്നത്. വളരെ പഠിക്കുന്ന കാലത്ത് വളരെ പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനന്ന് നേരിട്ട് കൺസൾട്ടിങ് ഉണ്ടാകുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്തു. പരീക്ഷയൊക്കെ പാസ്സായി കഴിഞ്ഞു. ഇതിന് അഡ്മിഷൻ കാര്യത്തിൽ ചെന്നപ്പോൾ സർവത്ര തടസ്സം. ഇതിൻ്റെ 1 കൊല്ലം വെറുതെ പോകും എന്ന് എൻ്റെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞു. കാരണം അഡ്മിഷൻ്റെ പ്രശ്നം കാരണം. അന്ന് ഞാൻ രക്ഷസിനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, കൃഷ്ണക്ഷേത്രത്തിൽ. കാരണം ലാസ്റ്റ് പ്രയോഗമാണ്, അവിടെ നേടാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മാന്ത്രികന്മാരുടെ അവസാനത്തെ കവാടം, പ്രത്യങ്കരി എന്ന് പറയുന്ന പോലെ, അതിനപ്പുറത്ത് ഉള്ള സംഭവമാണ് ഇതുപോലെയുള്ള ചില ദേവതകൾ. യക്ഷിയമ്മ, രക്ഷസ്, അപ്പൂപ്പൻ, മലദൈവം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്ന ദേവതകൾ, നല്ല ദേവതകൾ. അവർക്ക് എന്തു കാര്യം സാധിച്ചിടാനുള്ള കഴിവുണ്ട്. ലളിതമായ ചില പ്രാർത്ഥനകൾ മതി. അപ്പം ഞാൻ അവർക്ക് ഈ കൃഷ്ണക്ഷേത്രത്തിലെ രക്ഷസിന് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തു. അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് എഴുതി തള്ളിയ കാര്യം ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ആ കുട്ടി പഠിച്ചിരുന്നത് ഡെൻ്റൽ ഡോക്ടറാണ്. പിന്നെ ഒരാളുടെ സ്ഥലവും വീടും വയ്ക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് കൃഷ്ണക്ഷേത്രത്തിലെ രക്ഷസിന് അപ്പോൾ ഈ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം വീഡിയോയിലൂടെ വന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. നല്ല വിലയ്ക്ക് അത് വിറ്റുപോയി. നടക്കാത്ത കാര്യം, പഠിച്ച പണി 18 നോക്കി നടക്കാത്ത കാര്യം. ഇത് ഓർമ്മയിൽ ഓർത്ത 2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ നേടിയെടുത്തിരിക്കുന്നു രക്ഷസിന് ചെയ്ത്. അതുപോലെ യക്ഷിയമ്മയ്ക്ക് ചെയ്താലും സാധ്യമാകും.
അത് യക്ഷിയമ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങളുടെ ഭാഗമാണ്. എനിക്ക് ഇത് അനുഭവം ഉണ്ടായ കാര്യമോ അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമോ. ചെയ്താൽ ഫലം ഉണ്ടാകുമെന്നല്ല, ചെയ്തവർക്ക് ഫലം ഉണ്ടായി, അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഫലം ഉണ്ടാകും. ഞാൻ എന്നാലാകുന്ന രീതി വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതേ വിശ്വാസത്തോടു കൂടി എന്നുള്ളതാണ് പറയുന്നത്. പറയാൻ മനസ്സിലായോ? കൃത്യ അനുഭവം ഉണ്ടായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇത് ശരിയായിട്ട് കേൾക്കുക, നിങ്ങൾക്കത് ഫലമുണ്ടാകും. ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം. സംഖ്യാജ്യോതിഷത്തിൽ ഹസ്തരേഖയിലൊക്കെ ഞാൻ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ സംഖ്യാജ്യോതിഷത്തിൽ തന്നെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ കുറച്ചൊക്കെ വീഡിയോ പറയുന്ന എല്ലാം പറയാൻ പറ്റത്തില്ല. എങ്കിലും എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അതൊക്കെ സൂചിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ പുസ്തകം എഴുതുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹമില്ല, ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിയെ നടക്കട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സംഖ്യാജ്യോതിഷമാണെങ്കിലും ഹസ്തരേഖയാണെങ്കിലും ഗ്രഹനിലയാണെങ്കിലും DNA അസ്ട്രോളജി ആണെങ്കിലും ഈ ഏത് തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലക്ഷണശാസ്ത്രമാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ യോഗ, ശ്വാസം, പ്രാണായാമം, ഇങ്ങനെയൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ചെയ്താൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അത് ശിവവിദ്യ ആയിക്കോട്ടെ, ശിവോഹം തന്നെ ശരിയായിട്ട് മനസ്സിലാക്കി ജപിച്ചാൽ തന്നെ ജീവിതം മാറും. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം, യക്ഷിയമ്മയുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും കൺസൾട്ടിങ്ങിന് പറ്റത്തില്ല. കാരണം വാട്സപ്പ് വഴിയുള്ള വർക്ക് തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ക്ലിയറായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. യക്ഷിയമ്മയ്ക്ക് ഏതെങ്കിലും വെള്ളിയാഴ്ച, അതിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി അല്ലാതെ ഏത് വെള്ളിയാഴ്ച ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. യക്ഷിയമ്മയ്ക്ക് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലെ യക്ഷിയമ്മയ്ക്ക് ചെയ്യണം. ഭദ്രകാളി അമ്മയ്ക്ക് നിങ്ങൾ വഴിപാട് ചെയ്ത ശേഷം എണ്ണ, മാല, അർച്ചന അതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം യക്ഷിയമ്മയുടെ നട വന്ന് യക്ഷിയമ്മയ്ക്ക് ഒരു മുല്ലപ്പൂ മാല അല്ലെങ്കിൽ ഒരു വെള്ളപ്പൂക്കൾ കൊണ്ടുള്ളൊരു മാല, ഇത് നിങ്ങൾ നടയ്ക്ക് നേരെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ യക്ഷിയമ്മയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന യക്ഷിയമ്മ ആ ദേവി ചൈതന്യവുമായിട്ടൊരു താതാത്മ്യം പ്രാപിച്ചായിരിക്കും. അതായത് അമ്മയുടെ ആ ഒരു ശക്തി, അമ്മയുടെ വൈഭവം, അമ്മയുടെ ഗുണങ്ങൾ ഇതുമായിട്ടൊക്കെ ഒരു താതാത്മ്യം പ്രാപിച്ചതായിരിക്കും. അപ്പോൾ ആ യക്ഷിയമ്മയും വളരെ പവർഫുൾ ആയിരിക്കും. രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഭദ്രകാളി ക്ഷേത്രത്തിലെ യക്ഷിയമ്മ എന്ന് പറഞ്ഞത്. കൃഷ്ണന് ഞാൻ പറഞ്ഞത് കൃഷ്ണക്ഷേത്രത്തിലെ രക്ഷസനാണെന്ന് പറഞ്ഞത്. അതൊക്കെ കറക്റ്റ് ബലം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക്. അപ്പം ഭദ്രകാളി ക്ഷേത്രത്തിലെ യക്ഷിയമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അല്ലെ വേറെ ക്ഷേത്രത്തിലെ യക്ഷിയമ്മ എന്ന് എനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ടല്ല, നിങ്ങൾക്കൊരു ബലം കിട്ടാൻ വേണ്ടിയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ യക്ഷിയമ്മയ്ക്ക്, ഭദ്രകാളിക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വഴിപാട് ചെയ്ത ശേഷം യക്ഷിയമ്മയുടെ നടയിൽ ഒരു മാല, വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂ മാല നടക്കി പിടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞ്, ഒരു കാര്യം മാത്രം പറഞ്ഞ് യക്ഷിയമ്മയെ പൂർണ്ണമായും വിശ്വസിച്ച്, സംശയമില്ലാതെ വിശ്വസിച്ച് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ശങ്കയോടുകൂടി ചെയ്താൽ ഒരു ഫലം ഉണ്ടാകത്തില്ല. വെറുതെ സമയം കളയാന്നുള്ളേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്, വെറുതെ സമയം കളയേണ്ടെന്നേ പറയത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്തൊരു കാര്യം നേടിയെടുക്കണമെന്ന് ഉറച്ച വിശ്വാസമുള്ളവർ, വിശ്വാസത്തോടു കൂടി ചെയ്യാവുന്നുള്ളവർ ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ല ഒരു കാര്യം അറിഞ്ഞുകൊണ്ടോ കേട്ടോണ്ടോ ഒന്നും കാര്യമില്ല. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ ഭദ്രകാളിയുടെ ഭദ്രകാളി ക്ഷേത്രത്തിലെ യക്ഷിയമ്മയുടെ നടയിൽ നിന്ന് ഒരു മുല്ലപ്പൂമാല കയ്യിൽ പിടിച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെ നിങ്ങൾ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്ത ശേഷം യക്ഷിയമ്മയുടെ നടയുടെ മുന്നിൽ നിന്ന് മുല്ലപ്പൂമാല പിടിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം യക്ഷിയമ്മയെ കൃത്യം മനസ്സ് എന്ന് ഭയഭക്തി ബഹുമാനത്തോടു കൂടി പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. അത് ഒന്നാമത്തെ ഭാഗമാണ്. ഇനിയാണ് ശരിക്കുമുള്ള വിദ്യ വരുന്നത്. 1 രൂപ, ഒറ്റ രൂപ നാണയം എടുക്കുക. അത് അവസാനം ചെയ്യാവുള്ളൂ. ഒറ്റ രൂപ നാണയം എടുക്കുക, നിങ്ങളുടെ വലത് കൈയിൽ പിടിക്കുക, ചുരുട്ടി പിടിക്കുക, പിന്നെ തുറന്ന് നോക്കരുത്, കണ്ണുകൊണ്ട് നോക്കരുത്. പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യക്ഷിയമ്മയോട് വേണ്ട ഒറ്റ കാര്യം പറയുക. അത് പറയുമ്പോൾ ഇങ്ങനെ പറയണം. അപ്പം നിങ്ങൾക്കൊരു ന്യായവും സത്യസന്ധമായ കാര്യമായിരിക്കണം കേട്ടോ. അല്ലാതെ ആരും ഉപദ്രവിക്കുന്ന കാര്യമോ അങ്ങനെയുള്ള ഒന്നും പറയരുത്.
അങ്ങനെയുള്ള പറയാൻ പാടില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം നടക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാവുള്ളൂ. ഇപ്പോൾ യക്ഷിയമ്മയോട് പറഞ്ഞിട്ട് നടക്കി വെച്ചാൽ മതിയോ? പോരാ. അവിടെയാണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത്. യക്ഷിയമ്മ, രക്ഷസ്, അപ്പൂപ്പ സങ്കല്പം ഇങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യണം? കട്ടായമായിട്ട് പറയണം, എനിക്ക് നടത്തി തന്നേ പറ്റൂ എന്ന് പറയണം. അവിടെ ആ കാര്യം കിടക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു ചെയ്തവരാണ് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങൾ, എഴുതി തള്ളിയ കാര്യങ്ങൾ നേടിയെടുത്തവരെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ്. അത് ഞാനാണ് ആ വിദ്യ പറഞ്ഞു കൊടുത്തത്. കട്ടായം പറയണം, എനിക്ക് സാധിച്ചു തന്നേ പറ്റൂ എന്ന് ഉറപ്പിച്ച് പറയണം. അവിടെ സംശയം വരരുത്. സാധിക്കുമോ ഇല്ലയോ എന്നിങ്ങനെ സംശയം വന്നാൽ ഒരു ഫലവുമില്ല. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഉള്ളൂ, വെറുതെ ചെയ്യാന്നുള്ളൂ. കട്ടായം പറയണം വിശ്വാസത്തോടുകൂടി. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഈ 1 രൂപ നാണയം യക്ഷിയമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. പിന്നെ നോക്കരുത്, വലതു കൈയിൽ ചുരുട്ടി പിടിച്ച് എന്നോട് ചേർത്ത് പിടിച്ച് എൻ്റെ ഈ കാര്യം നടത്തി തരണം, നടത്തി തന്നേ പറ്റൂ, എനിക്ക് വേറെ മാർഗ്ഗമില്ല, ഇത് നടത്തി തന്നേ പറ്റൂ എന്ന് കട്ടായം പറഞ്ഞ ശേഷം കാണിക്കയിൽ ഇടുക. ഇടുമ്പോൾ ഇത് നമ്മൾ നോക്കരുത്, നോക്കാതെ തന്നെ കാണിക്കയിൽ ഇടണം, കണ്ണുകൊണ്ട് നോക്കരുത്. പിന്നെ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയിലോട്ട് ഒന്നും നോക്കരുത്, തിരിഞ്ഞ് നോക്കാതെ, മിണ്ടാതെ, ഒന്നും അവിടെ ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും ചിന്തിക്കണ്ട. അവിടെ മിണ്ടാതെ ഉരിയാടാതെ ഈ നാണയം യക്ഷിയമ്മയുടെ നടയിലിട്ട ശേഷം തിരിഞ്ഞ് നോക്കാതെ ശ്രീകോവിലോട്ട് യക്ഷിയമ്മയുടെ ആ കോവിലിലോട്ടൊന്നും പ്രതിഷ്ഠയിലോട്ട് ഒന്നും നോക്കരുത്. നമ്മളിങ്ങനെ നാണയം ഇട്ടു, പിന്നെ മിണ്ടാതെ ഉരിയാടാതെ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയോ ചെയ്യരുത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക, ആ കോമ്പൗണ്ടിൽ പിന്നെ നിൽക്കരുത്. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ഞാൻ പറഞ്ഞ് അവരുടെ തടസ്സത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യം. ഇത് വെള്ളിയാഴ്ച ചെയ്യണം, പറഞ്ഞ രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഫലമാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പല കാര്യങ്ങളും ചെയ്തിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി ആ കാര്യം സാധിക്കാൻ ഉള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പം ഇത് കൃത്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തു, നിങ്ങളൊരു കാര്യം സാധിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ രഹസ്യം ആരോടും പറയരുത്. പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാൽ മതി. പിന്നെ ഗുരുസ്ഥാനം എന്നുള്ളൊരു നിലയിൽ എന്നോട് ചിലപ്പം പറയുന്നതിൽ തെറ്റില്ല. കാരണം ഗുരു ഒരു കാര്യം പറഞ്ഞു തരുന്ന ആരോ അവർ ഗുരുവാണ്. ഗുരുസ്ഥാനത്തുള്ളവരോടും അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരോട് പറയുന്നതിൽ തെറ്റില്ല. അല്ലാതെ വേറെ ആരോടും പറയരുത്. ഇനി എന്നോടും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് പറയാം. അപ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. നമുക്കല്ലാതെ എന്താ, ഇതൊക്കെ ഒരാളുകൾക്ക് ഇപ്പോൾ ആളുകളിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ആ അഡ്മിഷൻ കിട്ടി, ആ കുട്ടിയെ ഇപ്പോൾ ആ കുട്ടി ദന്തൽ ഡോക്ടറാണ്, ആ കുട്ടിയെ പിന്നെ സ്ഥലവും വീടും വിറ്റ ആൾ, ഇതൊക്കെ എന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ഫലമുണ്ടായി അവർ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് അത് ഞാൻ പറഞ്ഞു തരുന്ന അനുഭവം. അത് എനിക്കൊരു സന്തോഷമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞ് അത് അപ്പം എന്നോട് വേണമെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരോട് പറയാം, അതിൽ തെറ്റില്ല. വേറെ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇത് ചെയ്താൽ ഫലമുണ്ടായെന്ന് പറയരുത്. ഇതൊക്കെ രഹസ്യ വിദ്യകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. ഏത് കാര്യവും നേടിയെടുക്കാം. ഇനി നിങ്ങൾക്കൊരാപത്ത് വരുമ്പോഴും നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കൈയും കാലും മുഖവും കഴുകിയിട്ട് ഇതുപോലെ ഭദ്രകാളി അമ്മയെ വിളിച്ച് ഒരു നാണയം ഇതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതയെ വിളിച്ച് ഒരു നാണയം ഇതുപോലെ വെച്ച് മാറ്റി വെക്കുക. പിന്നെ അത് നോക്കരുത്, നിങ്ങൾക്കവിടെ സഹായം ഉണ്ടാവും. ചെയ്ത് നോക്കിക്കുക. ഇതൊക്കെ ചില രഹസ്യവിദ്യകളാണ്. ഇതൊന്നും ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല. ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, ഗുണം മാത്രം ഉണ്ടാകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ, അതുപോലെ വിദേശ രാജ്യങ്ങളിലെ മലയാളികൾ, ഒരുപാട് രാജ്യങ്ങളിൽ അവരൊക്കെ അവരുടെ ആ ഒരു അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ഫോളോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണേലും ചിലപ്പോൾ എന്നെ അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്.
പിന്നെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ മലയാളികൾ, ഈവൻ ജപ്പാനിൽ പോലും നമ്മൾ പറയുന്ന രീതിയിൽ വിളക്കൊക്കെ വെച്ച് ആചരിക്കുന്ന മലയാളികളുണ്ട്. ഇതെല്ലാ രാജ്യങ്ങളും, അതൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അമേരിക്ക, കാനഡ, അയർലൻഡ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അതുപോലെ സിംഗപ്പൂര്, മെക്സിക്കോ, ജപ്പാൻ, നേപ്പാൾ, പിന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് സംസ്ഥാനങ്ങൾ പലതുമുണ്ട്. അതായത് ഹിമാചൽ പ്രദേശ് വരെ എല്ലാം മലയാളീസാണ്. ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇതൊക്കെ ഈ ഓൾ ഓവർ ദി വേൾഡ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മലയാളീസ് അവർ കേൾക്കുന്നു, അറിയുന്നു, അവരെനിക്ക് മെസ്സേജ് ചെയ്യുന്നു, അവരുടെ പല കാര്യങ്ങളും നടക്കുന്നു, നല്ല കാര്യങ്ങൾ. വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് വേറൊന്നും ഇപ്പോൾ ഇതുപോലെയുള്ള വേറെ നമുക്ക് കാര്യങ്ങൾ പറയാം, യൂട്യൂബ് വീഡിയോ എടുക്കാം, വയ്യേ വേറെ കാര്യങ്ങൾ പറയാൻ വയ്യേ, യൂട്യൂബ് വീഡിയോ എടുക്കാൻ വയ്യേ. പക്ഷെ നമ്മൾ ഇതുപോലുള്ള നല്ല മൂല്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്. അത് ചെയ്യുന്നവരുടെ ജീവിതത്തിലും പല പല നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അവർ പറയുമ്പം നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഭദ്രകാളി അമ്മയുടെ, പിന്നെ എൻ്റെ കുടുംബദേവതയുടെ. അല്ലാതെ ഞാനീ പറയുന്ന കാര്യം, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബികോം കഴിഞ്ഞപ്പം ബികോമിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഇൻകം ടാക്സിനകത്ത് 91 മാർക്കുണ്ടായിരുന്നു കൂടി. അക്കൗണ്ടൻസിക്ക് 79 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എംകോമിന് പോയി കഴിഞ്ഞ് ലെക്ചറാകാനായിരുന്നു ആഗ്രഹം. ഒരു കോളേജിൽ ഒരു ലെക്ചർ ആ രീതിയിലാകാനായിരുന്നു. പക്ഷേ ഞാൻ ലെക്ചർ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാനൊരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിധി മറ്റൊന്നായിരുന്നു. അന്ന് എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം എൻ്റെ കുടുംബത്തിലില്ലായിരുന്നു. പിന്നെ ഞാൻ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കുറച്ച് പഠിച്ചു. അതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി കുറച്ച് മുന്നോട്ട് പോയി, അത്രേ ഉള്ളൂ. പിന്നെ അതും തുടർന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ബികോം കഴിഞ്ഞ് അക്കൗണ്ടൻ്റായിട്ട് ഒരു 12 വർഷം പലയിടത്തായിട്ട് ജോലി ചെയ്തു. അപ്പോൾ അന്ന് പഠിക്കാൻ എനിക്ക് വീട്ടിൽ സ്ഥിതി ഇല്ലായിരുന്നു. അതൊരു ഒരു ഒരു സഹതാപത്തിനോ ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഈ സഹതാപ കാര്യങ്ങളെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊന്നും, ഞാൻ ആ റിയൽ എൻ്റെ ഒരു ജീവിത സാഹചര്യമാണ് പറഞ്ഞു. അപ്പോൾ അന്ന് ആ വിധിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അന്ന് അത് അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഇപ്പം പഠിക്കാനൊന്നും സ്ഥിതി ഉണ്ടാകുന്ന, ചിലപ്പോൾ ലെക്ചറോ പ്രൊഫസറോ ആ രീതിയിൽ പോയേനെ. പക്ഷേ അന്ന് ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നുകൊണ്ട് ഈ ഇൻകം ടാക്സ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ പിള്ളേർക്ക്, എൻ്റെ സൈക്കോളജി പഠിച്ച ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. പുള്ളിയൊക്കെ കടന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി തലകുത്തിയെന്ന് പഠിക്കുക. പക്ഷേ എനിക്കന്ന് ഏറ്റവും എളുപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. 191 മാർക്ക് ഞാൻ സ്കോർ ചെയ്തായിരുന്നു. അത് ശരിക്കും പഠിച്ചു തന്നെയാണ്. പക്ഷേ എനിക്കത് വളരെ സിമ്പിളുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പഠിച്ചു പോയിരുന്നെങ്കിൽ ആ ഒരു ഞാൻ പിന്നെ അക്കൗണ്ട് സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വിധിയാണ്. ഞാനത് നിങ്ങളുടെ മുന്നേ ഇരുന്ന് ഇത്രയും ഈ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരഹിതമാണ്. ഒരാൾ സൃഷ്ടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിലെ ക്രിയായോഗ സ്വീകരിച്ചതാണ്. സ്വപ്നത്തിൽ വിചാരിച്ചല്ല ക്രിയായോഗ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെനിക്ക് അവസരം ഉണ്ടായി. അന്ന് ഞാൻ അക്കൗണ്ടൻ്റായിരുന്നു, ക്രിയായോഗ സ്വീകരിച്ചു. അപ്പോൾ അന്ന് എന്നെ ക്രിയായോഗ അന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, അനിയാന്നാണ് വിളിക്കുന്നത്, അനിയ, ഇത്ര ചെറുപ്പത്തിലേ ഇത് ക്രിയായോഗ സ്വീകരിക്കാൻ എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതലേ നമുക്ക് ഇതുപോലെ ധ്യാനം, യോഗ, ശിവവിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് എനിക്ക് താല്പര്യം, വളരെ ചെറുപ്പത്തിൽ മുതൽ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലതേ ഉള്ളൂ എന്ന്. അപ്പം അദ്ദേഹം ക്രിയായോഗ എങ്ങനെ വളരെ ചെറുപ്പത്തിലേ ഞാൻ സ്വീകരിച്ചു. അപ്പം ഇതൊക്കെ ഒരു ഈശ്വരഹിതമാണ്. അങ്ങനെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ആത്മീയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിരിക്കുന്നത്. വളരെ വൈകി ഈ വീഡിയോ ഇനിയിപ്പോൾ ഇത്രയും നേരം എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മറന്നുപോയി. എന്നാലും ഞാൻ ഈ വൈകിയ വേളയിലും ഞാനൊരു കാര്യം പറയാം. ശിവലിംഗത്തിൻ്റെ ഒരു രഹസ്യം പറയാം, എനിക്കറിയാവുന്ന രഹസ്യം. ശിവലിംഗത്തെക്കുറിച്ച് പല രീതിയിലുള്ള പല കാര്യങ്ങൾ പലരും നിർവചിക്കാറുണ്ട്. അതൊന്നും തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ രീതി പലരും നിർവചിക്കാറുണ്ട് ശിവലിംഗം. എൻ്റെ ഒരു അഭിപ്രായം, അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. ശിവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യബോധമാണ്. അത് നമ്മുടെ ഉള്ളിലെ സത്യബോധമാണ്.
ശിവനെന്ന് പറഞ്ഞാൽ ശിവനെ ധ്യാനിക്കുന്നവർക്ക്, ശരിയായിട്ട് ധ്യാനിക്കുന്നവർക്കറിയാം നിശ്ചലത അനുഭവപ്പെടും. മനസ്സിന് വല്ലാത്ത ഒരു നിശ്ചലത, ഒരു ശൂന്യത, ഒരു ശാന്തത, മനസ്സിന് ഒരു നിശ്ചലത അനുഭവപ്പെടും. അത് യഥാർത്ഥത്തിൽ ശിവനിലോട്ട് മനസ്സ് വരുമ്പോഴാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ നിശ്ചല ബ്രഹ്മമാണ്. അപ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ശിവനെ സൂചിപ്പിക്കുന്നത് എന്നേ അർത്ഥമുള്ളൂ. ശിവലിംഗം എൻ്റെ അറിവ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ ശിവലിംഗം എന്താ, നമ്മൾ കണ്ടിട്ടുണ്ട് ശിവൻ്റെ ലിംഗം ഇങ്ങനെ. ശിവലിംഗം അത് ശിവനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം എന്ന് അതിനർത്ഥമുള്ളൂ. അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ശിവലിംഗം നിങ്ങൾ ഏത് വശത്തു നോക്കിയാലും അത് ഒരേ ആകൃതിയിൽ കാണാൻ പറ്റും. നിങ്ങൾ അതിന് ചുറ്റും എങ്ങനെ ഏത് വശങ്ങളിൽ നോക്കിയാലും അത് വൃത്താകൃതി ആയതുകൊണ്ട് ഒരുപോലെ. അതൊന്ന് എന്ന് വെച്ചാൽ ശിവന് എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. ഇനി അതിൻ്റെ മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. അതായത് ഈ ശിവലിംഗം ഇരിക്കുന്ന ആ ശിവലിംഗം, ആ ഭഗവാനെ സൂചിപ്പിക്കുന്ന ആ ശിവലിംഗത്തിന് ചുറ്റും നടക്കുന്നതല്ല ചലനങ്ങളാണ്, അല്ലേ? ചലനങ്ങൾ. അതായത് തിരുമേനി പൂജിക്കുന്നു, നമ്മൾ നടക്കുന്നു, ചുറ്റും ചലനങ്ങൾ, കാറ്റ്, എല്ലാം ചലനങ്ങളാണ്. ഈ ചലനങ്ങളുടെ ഉള്ളിലുള്ള നിശ്ചലതയാണ് ശിവൻ. അതാണ് ചലിക്കാത്ത ആ ഒരു ശിലയിൽ തീർത്ത ലിംഗം, ആ ശിവലിംഗം, ആ ശിവനെ സൂചിപ്പിക്കുന്ന നിശ്ചലമാണ്. അതിന് ചുറ്റും എല്ലാ ചലനങ്ങളും നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ബോധം, എല്ലാ ചലനങ്ങളും, നമ്മുടെ കാണുന്ന കേൾക്കുന്ന ഈ ചലനങ്ങൾക്കെല്ലാം ഉള്ളിൽ നിശ്ചലതയായിട്ട് നമ്മൾ ധ്യാനിച്ചിരിക്കുന്ന ആ ബോധമാണ് ശിവൻ. അത് സത്യമാണ്, അത് പരബ്രഹ്മമാണ്, അത് അനാദിയാണ്. അത് ഭഗവാൻ ഒരിക്കലും പിറവിയെടുക്കത്തില്ല, ജനിമൃതികളില്ല. ഭഗവാന് ശരിക്കും ഊർജ രൂപത്തിൽ, ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കിയാൽ ഭഗവാന് ഒരിക്കലും രൂപമില്ല. ഊർജ രൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയാൽ എല്ലാ ഊർജങ്ങളുടെയും ഒരു ആറ്റത്തിൻ്റെ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട്. അതിനും ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തെ ബേസ് ചെയ്താണ് ഇതെല്ലാം ചലിക്കുന്നത്. അതായത് പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ, ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഈ ആറ്റത്തിൻ്റെ കേന്ദ്രത്തെ ബേസ് ചെയ്ത് ആ കേന്ദ്രം എപ്പോഴും ആ ഒരു സ്റ്റഡിയായിട്ട് നിൽക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും ഉള്ളിൽ ഒരു നിശ്ചലതയുണ്ട്, ആ ചലനത്തെ നിയന്ത്രിക്കുന്നത്. ആ നിശ്ചലതയെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം. സ്റ്റേബിളായിട്ട് ആ നിശ്ചലതയെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നിശ്ചലതയെ അറിഞ്ഞാൽ നിങ്ങളെല്ലാ ചലനങ്ങളിൽ നിന്നും, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ. അപ്പോഴും നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഈ ചലനങ്ങൾക്കെല്ലാം ഉള്ളിൽ ഉള്ള നിങ്ങളുടെ മനസ്സിലെ ആ നിശ്ചലത, ആ ബോധത്തെ ലയിച്ചിരുന്നാൽ ശിവനെ അറിയുകയായി. ഇത് പറഞ്ഞു തരണമെന്ന് തോന്നി. ശരിയായി നിങ്ങൾ ശിവനെ അറിയണം. ഈ ഉള്ളിലുള്ള നിശ്ചല ബോധമാണ് ശിവൻ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സടങ്ങുന്നതാണ് ശിവൻ. ചലിക്കുന്ന മനസ്സിനുള്ളിൽ ഉള്ള അടങ്ങിയ മനസ്സാണ് ശിവൻ. നമ്മളുടെ ചലിക്കുന്ന മനസ്സിൻ്റെ ചിന്തകൾക്കുള്ളിൽ ഉള്ള ധ്യാനമാകുന്ന അടങ്ങിയ നിശ്ചലമായ മനസ്സാണ് ശിവൻ. ദ അൾട്ടിമേറ്റ്, ദി സെനത്തായിട്ടുള്ള പവർ. അവിടെ അങ്ങനെ നിശ്ചല ബ്രഹ്മമായിട്ടുള്ള ഭഗവാന് പുണ്യവുമില്ല പാപവുമില്ല. ചലിക്കുന്നതിനെ എഫക്റ്റ് ഉള്ളൂ. പുണ്യം പാപം അല്ലെ റിസൾട്ട് ചലിക്കുന്നതിനുണ്ട്. നിശ്ചലമായിരിക്കുന്നതിന് ആ പുണ്യഭാവങ്ങൾ ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പിറവിയെടുക്കാത്തത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അതായത് എല്ലാ ചലിക്കുന്ന വസ്തുക്കളുടെ ഉള്ളിൽ ഒരു നിശ്ചലതയുണ്ട്. അത് ശിവനാണ്. അതെല്ലാത്തിനകത്തും ഉണ്ട്. അതെല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും, എല്ലാ വസ്തുക്കൾക്കുള്ളിലും ആ ചലനത്തിൻ്റെ ഉള്ളിൽ ഒരു നിശ്ചലതയുണ്ട്. അതല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന മനസ്സിനുള്ളിൽ ഒരു നിശ്ചലമായൊരു മനസ്സുമുണ്ട്. അപ്പം ശിവൻ എല്ലാത്തിലും ഉണ്ട്, എന്നാൽ എല്ലാത്തിലും ഉണ്ട്, എന്നാൽ എല്ലാത്തിനെ നിയന്ത്രിക്കുന്നു, എല്ലാത്തിലും വസിക്കുന്ന ആ പരബ്രഹ്മമാണ് ശിവൻ. ഇങ്ങനെ മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ശിവനെ എന്തുകൊണ്ടാണ് ഭോലേനാഥൻ എന്ന് പറയുന്നത്? പെട്ടെന്ന് അനുഗ്രഹിക്കുന്നതുകൊണ്ട്. ഈ പെട്ടെന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ശിവൻ നമ്മൾ വിളിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ശരി തന്നെ. പക്ഷെ ഇതിനകത്ത് വേറൊരു രഹസ്യമുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ബോധത്തിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ, അത് എന്ത് ചെന്നാലും ആ കാര്യം യാഥാർത്ഥ്യമായി തീരും. അതുകൊണ്ടാണ് പെട്ടെന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു.
അവിടെ സമയമൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് കാര്യം എത്തപ്പെട്ടാലും അത് യാഥാർത്ഥ്യമായിട്ട് വരും, പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശിവൻ ഭോലേനാഥനാണെന്ന് പറയുന്നത്. കാരണം ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെ ഉള്ളിലുള്ള ആ ഒരു ബോധം, ആ നിശ്ചലമായ ആ മനസ്സടങ്ങിയ അവസ്ഥ, ആ സബ് കോൺഷ്യസ് മൈൻഡ്, അത് ശിവബോധമാണ്. അതുകൊണ്ടാണ് ശിവൻ ഭോലേനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ശിവനെ ഇങ്ങനെ അറിയുക, ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ശിവനെ സദാസമയവും അകവും പുറവും ശിവനെ ധ്യാനിച്ച് നടക്കുന്ന, ശ്വാസത്തിൽ ശിവനെ ധ്യാനിക്കുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്നതാണ്. ഇത് വേറെ ആരും എങ്ങോന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ അറിയോ അറിയാതിരിക്കുമോ, അത് നിങ്ങളുടെ ജന്മ നിശ്ചയമാണ്, നിങ്ങളുടെ ജന്മസുഹൃതമാണ്, അത് ഈശ്വരഹിതമാണ്. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല, ഭഗവാന്റെ നിശ്ചയം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ അറിയുക. എല്ലാം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ என்றிடா തീവിണை മാലും, ശിവശിവ என்றிடா തേവരും ആവർ, ശിവശിവ എന്ന ശിവഗതി താനെ, ഓം നമ ശിവായ. ഇത് ഞാൻ ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് ചിലപ്പോൾ ജപിക്കാറുണ്ട്. ഭയങ്കര ഒരു അനുഭൂതിയാണ്. പിന്നെ ഞാൻ അല്ലാത്തപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഓരോ ശ്വാസത്തിലും ഭഗവാനെ ധ്യാനിക്കാറുണ്ട്. ഭഗവാനെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? തെറ്റും ശരിയും ആപേക്ഷികമാണ്. നമ്മളൊരു കാര്യത്തെ നമ്മളെങ്ങനെ നമ്മുടെ മനസ്സിൽ കാണുന്നു, നമ്മളൊരു തെറ്റായിട്ടൊരു ചിന്ത ചിന്തിച്ചാൽ തന്നെ അത് ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ തെറ്റുകൾ ചിന്തിക്കുക, അത് ആ ഭഗവാന്റെ ശുദ്ധബോധത്തിലേക്ക് വരാൻ തടസ്സമാണ്. ഒരാളെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കുക, ഒരാളുടെ തൊഴിലിന് പാര വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഭഗവാൻ എന്നുള്ള ശുദ്ധബോധത്തിലേക്ക് വരുവാൻ തടസ്സമാണ്. ഭഗവാനെ അറിയുമ്പോൾ എല്ലാം നല്ലത് മാത്രമാണ്, കാണുന്നതും കേൾക്കുന്നതും എല്ലാവർക്കും നന്മ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അവിടെ വേറെ ഒന്നുമില്ല, അനന്തമായ നിശ്ചലതയാണ്. നിങ്ങൾക്കൊന്നിനോട് ആഗ്രഹം തോന്നത്തില്ല ഭഗവാനെ അറിഞ്ഞാൽ. ശരിക്കും ശിവനെ ധ്യാനിച്ചു നോക്കും. എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യം ഭഗവാൻ നടത്തി തരും. നിങ്ങൾ നല്ലൊരു ഗൃഹസ്ഥനായിരിക്കും. ശിവൻ ഏറ്റവും നല്ല ഗൃഹസ്ഥനാണ്. പാർവതി ദേവി മക്കളെ ഏറ്റവും നല്ല കുടുംബസ്ഥനാണ്, ഏറ്റവും നല്ല ആ ഒരു കുടുംബജീവിതം നയിക്കുന്നതാണ്. ഭഗവാൻ എല്ലാമാണ്, ഏറ്റവും വലിയ യോഗിയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കെല്ലാ കുടുംബസുഖം, ഭൗതിക സുഖങ്ങൾ, എന്നാൽ ജ്ഞാനം എല്ലാം ഭഗവാൻ തരും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് ഭഗവാൻ തരും. കാരണം നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ബോധം തന്നെയാണ് ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.